റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖലമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു. ഒരാൾക്കൊരു ദേഷ്യം വന്നു, ആ ദേഷ്യം നടപ്പാക്കാൻ അയാൾക്ക് കഴിയും. ആ ദേഷ്യം വന്നു, ദേഷ്യം വന്നാൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ അയാൾക്ക് കഴിയും. ഒരാള് പെട്ടെന്ന് ദേഷ്യം വന്നു, അവനെ ജോലിന് പിരിച്ചുവിടാൻ കഴിഞ്ഞേക്കും, അവന്റെ വിസ ക്യാൻസലാക്കാൻ പറ്റിയേക്കും, അല്ലെങ്കിൽ ഇവനെ പറഞ്ഞുവിടാൻ പറ്റിയേക്കും, എന്തെങ്കിലും കേസിൽ കൊടുക്കാൻ പറ്റിയേക്കും, എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നു ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഖലമ ഗൈളൻ, ആ ദേഷ്യം കടിച്ചിറക്കിയ ഒരാൾ ദഅാഹുല്ലാഹു അലാ റൂസിൽ ഖലായിഖി യൗമൽ ഖിയാമഹ്, അന്ത്യനാളിൽ അല്ലാഹു എല്ലാ മനുഷ്യരും നിന്നുകൊണ്ടിരിക്കെ അവരുടെ മുമ്പിൽ വെച്ച് ഇയാളെ വിളിച്ചു കൊണ്ടുവരികയും ثم يخيره من الحور العين ما شاء, വേണ്ട ഭാര്യമാരെ നീ കൊണ്ടുപോയിക്കോ എന്ന് ഹൂറുൽ ഈനുകളിലേക്ക് ചൂണ്ടി അയാളോട് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന മിൻ ഹബ്ബികും ഇലയ്യ, അവിടുന്ന് പഠിപ്പിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിൽ നിന്ന് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടവര് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട പിന്നെ കഴിഞ്ഞില്ലേ സ്വല്ലല്ലാഹു, അത് കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ. വഅഖറബകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങളിൽ നിന്ന് എന്റെ അടുത്ത് വന്നിരിക്കാൻ ഭാഗ്യം കിട്ടുന്നവരും അഹാസിനുകും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സൽ സ്വഭാവമുള്ളവരാണ്. നല്ല സ്വഭാവമുള്ളവർ അവരാണ് നാളെ എന്റെ അടുത്ത് ഉണ്ടാവുക. നല്ല സ്വഭാവമുള്ളവര്. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ വലിയ എളുപ്പമൊന്നുമില്ല. അവര് കീഴൊതുങ്ങി കൊടുക്കുന്നവരാണ്. ജനങ്ങൾ തോളിച്ചവിട്ടി കയറി പോകുന്നതിനർത്ഥം ഒതുങ്ങി കൊടുക്കുന്നവരാണ്. ചീത്ത പറയും, ഉണ്ടൂല. ഈ പൊതുപ്രവർത്തകന്മാർ ശരിക്കും മനസ്സിലാക്കേണ്ടി വരും. സംഘടനാ ഭാരവാഹിത്വമൊക്കെ ഉള്ള ആളുകളൊക്കെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഉപകാരം ചെയ്യുന്നവർക്കല്ലേ ഉപദ്രവം ഉണ്ടാവുള്ളൂ. ഒരു ഉപകാരം ചെയ്യാത്തതിനെ പറ്റി വല്ലതും പറയും ആളുകൾ, ഒന്നും പറയില്ല. ഉപദ്രവം ഒക്കെ ഉണ്ടാവില്ല ഉപകാരം ചെയ്യുന്നവർക്ക്. ഒരു പൊതുപ്രവർത്തനം ഒന്നുമില്ല, റൂമിൽ കടന്നുറങ്ങി ടി വി കണ്ട് കിടക്കണതിനെ പറ്റി ഒരു പരാതിയില്ല, എന്നാൽ പുറത്തിറങ്ങി പ്രവർത്തിക്കുകയും നാലാളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അസൂയക്കാരുണ്ടാവും, വാശിക്കാരുണ്ടാവും, ദേഷ്യക്കാരുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. മുഅത്തഊന അക്നാഫൻ, അതിനൊന്നും ചെവി കൊടുക്കണ്ട, ഒന്ന് ഒതുങ്ങി കൊടുക്കുക. അല്ലദീന യഅലഫൂന വയുഅലഫൂൻ, അവര് ജനങ്ങളോട് ഇണങ്ങുന്നവരാണ്, ജനങ്ങൾ അവരോടും ഇണങ്ങുന്നവരാണ്. അങ്ങനെ ഉണ്ടാവും ചില ആളുകള്, മിണ്ടിപ്പോണ്ട, അയാൾ വർത്താനം പറയാനേ പോണ്ടോ, മിണ്ടാതിരുന്നോട്ടെ, വർത്താനം പറഞ്ഞു തുടങ്ങിയ പ്രശ്നമാണ്. ഇങ്ങനത്തെ ആളുകൾ അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തവരാണെന്നാണ്. ഒരാളോട് ചെന്ന് വർത്തമാനം പറയാൻ തോന്നുന്നത്, ഒരാളോട് പരിചയപ്പെടാൻ തോന്നുന്നത് അതൊരു നല്ല ലക്ഷണമാണ്. അല്ലദീന യഅലഫൂന വയുഅലഫൂൻ, അവരങ്ങോട്ട് ഇണങ്ങി പെരുമാറുന്നവരാണ്, അവർ ഇങ്ങോട്ടും അങ്ങനെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇന്ന മിൻ അബ്ഗദികും ഇലയ്യ, എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളവർ അല്ലാഹു നമ്മെ കൂട്ടത്തിൽ പെടുത്താതിരിക്കുമാറാകട്ടെ. വ അബ്അദകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ എന്നിൽ നിന്ന് ദൂരെ കഴിയുന്നവരും അസ്വഉകും അഖ്ലാഖ, നിങ്ങൾ മോശപ്പെട്ട സ്വഭാവമുള്ളവർ. ആരാണ് മോശപ്പെട്ട സ്വഭാവമുള്ളവരെന്നറിയുമോ? അസ്സർസാറൂൻ, സർസാറൂന വൽ മുതഫൈഹിഖൂന വൽ മുതശദ്ദിഖൂന. സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഖദ് അലിംന സർസാറൂന വൽ മുതശദ്ദിഖൂൻ, സർസാരികളും മുതശദ്ദിഖീങ്ങളും ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഫമൽ മുതഫൈഹിഖൂൻ, ആരാണ് മുതഫൈഹിഖീങ്ങൾ? ഖാല അൽ മുതകബ്ബിറൂന. നമുക്കത് എല്ലാം മനസ്സിലാക്കണം. സർസാറൂൻ എന്ന് പറഞ്ഞാൽ ഹുവൽ കസീറുൽ കലാമി തകല്ലുഫൻ, ഒരുപാട് വർത്തമാനം പറയുന്ന ആൾക്കാർ, വെറുതെ വർത്തമാനം പറയാ, ഒരുപാട് വർത്തമാനം പറയാ. മുഖല്ലിഫൻ, അതായത് ഒന്നും പറയാനില്ല, വെറുതെ കഥ മനസ്സുണ്ടാക്കുക. നമ്മൾ പറയില്ലേ ബോറടിപ്പിക്കുന്ന ആൾക്കാരെന്നൊക്കെ, അത് അള്ളാഹിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്തതാണ്. പറഞ്ഞു ബോറടിപ്പിക്കാൻ അവന് പറയേണ്ട ആവശ്യമില്ല. അവന്റെ കഥയൊക്കെ ജീവിതകാലമുള്ള മുഴുവൻ ചരിത്രം 2 മണിക്കൂറോട് പറഞ്ഞിട്ടുണ്ട്. ആരും ചോദിച്ചിട്ടില്ല പറയാൻ, ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അവൻ അങ്ങനെ എന്തിനായി പറയേണ്ട കാര്യം? സർസാറൂൻ, നിർത്താത്തവർ. റേഡിയോ എന്നൊക്കെ പറയില്ലേ, അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കൂല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർസാറൂൻ. വൽ മുതഫൈഹിഖൂന, മുതഫൈഹിഖീങ്ങൾ ആരാണെന്ന് സ്വഹാബത്ത് ചോദിച്ചു. തങ്ങളുടെ മറുപടി അൽ മുതകബ്ബിറൂന, അൽ മുതകബ്ബിറൂന, അഹങ്കാരം നടിക്കുന്നവര്, അഹങ്കരിക്കുന്നവര്, വിധങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ. വൽ മുതഫൈഹിഖൂന വൽ മുതശദ്ദിഖൂൻ, മുതശദ്ദിഖീങ്ങളും അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ല. ആരാ മുതശദ്ദിഖീങ്ങൾ എന്നറിയോ? അൽ മുതകല്ലിമു ബിമിൽഇ ശദ്ഖിഹി തഫാസുഹൻ വതഅദീമൻ ലികലാമിഹി.
ആരാന്നറിയോ? മുതകല്ലിമു മിൽഇ സിദ്ഖിഹി, വായ മുഴുവൻ നിറച്ചുകൊണ്ട് വർത്തമാനം പറയുന്നവൻ. വായ നിറച്ചിട്ട് ഗാംഭീര തഫാസുഹൻ, ഭയങ്കര അക്ഷരസ്ഫുടതയാണെന്നറിയാൻ വേണ്ടി വായ നിറച്ചിട്ട് പറയുന്നു. ഞാൻ പറയുന്ന വാക്ക് വല്ലാത്ത കനുള്ള വാക്കാണെന്ന് ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശബ്ദമുയർത്തിയിട്ട് ശബ്ദം കനപ്പിച്ച് പറയാം. അത് അള്ളാഹുവിന് ഇഷ്ടമല്ല, റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങളോട് പറയാനുള്ളതല്ല, അത് ചിലപ്പോൾ വേദ പറയുന്ന ആൾക്കാരെ പറ്റി പറയാനുള്ളതാണ്, അല്ലെങ്കിൽ ആലിമീങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ പൊതുജനങ്ങളോട് സംസാരിക്കുന്നവരെ പറ്റിയോ പറയാനുള്ള വിഷയമാണത്. വായ നിറച്ചിട്ട് വളരെ സൗമ്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വിഷയം എന്ത് ചെയ്യുക? ഭയങ്കര ഗാംഭീര്യത്തിൽ പറയാ, തൊണ്ടീന്നൊക്കെ എടുത്തിട്ട് യാ അല്ലാഹ് എന്തിനതിന്റെ ആവശ്യം? കനപ്പിച്ചു പറയാൻ പാടില്ല. മുതശദ്ദിഖൂൻ, നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. ഒന്നുമല്ല, അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ അഹങ്കാരം വരും, അതാ വിഷയം. ചെറിയൊരു അഹങ്കാരം വരൂലേ? നമ്മൾക്ക് മനുഷ്യന്മാരല്ലേ, ചെറിയൊരു അഹങ്കാരം. അപ്പൊ ഭയങ്കര അക്ഷരസ്ഫുടത എനിക്കുണ്ട് എന്നറിയാനോ, എന്റെ ശബ്ദത്തിന് കുറച്ച് ഖനുണ്ട് എന്നറിയാനോ എന്ന് തോന്നിപ്പിച്ച് പറയുന്നത് അത് നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. എന്നിൽ നിന്ന് ദൂരെ കഴിയേണ്ടി വരും. എനിക്കവരോട് ഇഷ്ടമല്ല. മിൻ അബ്ഗളികും ഇലയ്യ, എനിക്കവരോട് ദേഷ്യമാണെന്നും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ ഈ ഹദീസ് അറിയാത്തവരുണ്ടാവും, ഈ ഹദീസ് കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നവർ കാണും. അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറയോ ആരെ പറ്റി ആലോചിക്കുകയോ ഒന്നും ചെയ്യേണ്ട. നമ്മുടെ വാക്കിലോ നമ്മുടെ പ്രവൃത്തിയിലോ ഇങ്ങനെ വരാൻ പാടില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. നബി തങ്ങളുടെ ശഫാഅത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ അക്സറുഹും അലയ്യ സ്വലാത്ത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണ്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ വിചാരണ നൽകപ്പെടുന്ന ഒരു നാളെ വരാനിരിക്കുകയാണ്. അവിടെ വിചാരണ ഇല്ലാതെ പോകുന്ന ആളുകൾ ഈ 70,000 ഉള്ളിൽ ഓരോ 1000-ലും ഒരു 70,000 വേറെയും, പിന്നെ സലാസു ഹസയാത്തിൻ മിൻ ഹസയാത്തി റബ്ബി, എന്റെ റബ്ബ് കോരിയെടുക്കുന്ന 3 കോരി ആളുകളും അവരും കൂടെ ആയിരക്കണക്കിന്, 10,000 ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് ആളുകൾ അള്ളാഹുവിന്റെ ആ ഒരു ഹസിയത്തിൽ പെട്ടിരിക്കണം. അള്ളാഹു അതിലൊക്കെ നമ്മൾ പെടുത്തി തരുമാറാകട്ടെ. അതിൽ അസ്ഹാബുൽ ഫദ്ലി, ഫദ്ൽ എന്ന് പറഞ്ഞാൽ വിവരക്കേട് വല്ലതും മനുഷ്യന്മാര് പറഞ്ഞാൽ അതിന് മറുപടി പറയാതിരിക്കുന്നവർ. പിന്നെ അസ്ഹാബുസ് സ്വബരി, ക്ഷമിക്കുന്ന ആളുകൾ, തെറ്റിലേക്ക് പോകാതെ ശരീരത്തെ ക്ഷമിക്കുന്നവര്, അതുപോലെ തന്നെ നന്മ ചെയ്യാൻ വേണ്ടി ക്ഷമിക്കുന്നവര്. ഇത് രണ്ടും അക്കൂട്ടത്തിൽ പെടും. പിന്നെ പറഞ്ഞത് ആരാണ്? അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർ. അങ്ങനെയാണ്. അതുപോലെ നമ്മൾ ആണും പെണ്ണും അങ്ങനെ സ്നേഹിക്കേണ്ട, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടേ അത് ചെയ്യാൻ പാടില്ല. ഈ ഹദീസൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് അതന്നെയാ കേൾക്കേണ്ടതെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ നാളെ തന്നെ ട്വീറ്റ് ചെയ്യും. കണ്ടില്ലേ ഹദീസ്? അതുകൊണ്ട് വേണ്ട എനിക്ക് അള്ളാഹിനെ ചോദിച്ചാൽ എന്നോട് സ്നേഹം, ആ സ്നേഹം അള്ളാഹ്ക്ക് വെറുപ്പാണ്, ചെയ്യാൻ പാടില്ല. മുഅ്മിനീങ്ങൾ പരസ്പരം, മുഅ്മിനാത്തുകൾ പരസ്പരം അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക. അങ്ങനെയാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. എടി ഈ അറിഞ്ഞോ, അങ്ങനെ ദിക്റുണ്ട്, ഈ ചൊല്ലിക്കോ, ഇങ്ങനെ ദുആ ഉണ്ട്, ഈ അറിഞ്ഞോ, അല്ലെ ഇന്ന ഒരു ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു പുസ്തകമുണ്ട്, ഇന്നൊരു ഇൽമുണ്ട്, ഇത് പറഞ്ഞു കൊടുക്കുന്നവർ, അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നവർ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർ, അങ്ങനെ അവർ ഒരുമിച്ചിരിക്കുന്നത്, അവർ വർത്തമാനം പറയുന്നത്, അവർ സന്ദർശിക്കുന്നത് എല്ലാം അള്ളാഹുവിന് വേണ്ടി. അത്തരക്കാരും നാളെ വിചാരണയില്ലാതെ കഴിഞ്ഞു പോകുന്നു. യാ അള്ളാഹ്, എന്തൊരു ഭാഗ്യാണതൊക്കെ. അപ്പോ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതല്ല നബി തങ്ങൾ കൊണ്ടുവന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് സാധിക്കുന്നതാണ്. ഒന്ന് പരിശ്രമിച്ചേക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നവർ, ഒരുമിച്ച് കൂടുന്ന ആളുകൾ, നമ്മൾ പരസ്പരമുള്ള ബന്ധം എന്ത് ചെയ്യണം? ഊട്ടി ഉറപ്പിക്കണം. പരസ്പരം പരിചയപ്പെടണം ഓരോരുത്തരും. ആ പരിചയപ്പെടല് അള്ളാഹുവിന് വേണ്ടിയാവണം, വേറെ മുതലാക്കാനാവരുത്. എന്നാ പിന്നെ അവരോട് കടഞ്ഞു വെക്കാലോ, അത് പറ്റൂല. അതൊന്നും അള്ളാഹ്ക്കുള്ള സ്നേഹമല്ല. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അത് മനസ്സ് അള്ളാഹുവിന് വേണ്ടി മാത്രം കൊടുക്കുക. വേറൊന്നും ഒരു ദുന്യാവിയായ ഒരു ലക്ഷ്യം അല്ലെ. അള്ളാഹു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുകല്ലാഹ്, ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുകല്ലാഹ്. ദുനിയാവ് വേണ്ട, അല്ലെങ്കിൽ എനിക്കത് ആവശ്യമില്ല, ഞാൻ അള്ളാഹുലേക്ക് എന്റെ വിഷയം ഉയർത്തുകയാണ്. ഇസ്ഹദ് ഫി ദുനിയ, ദുനിയാവ് പരിത്യാഗിയായി ജീവിച്ചാൽ യുഹിബ്ബുകല്ലാഹ്, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളത് എനിക്ക് വേണ്ട എന്ന് വിചാരിച്ചാൽ യുഹിബ്ബുകന്നാസ്, ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കും. അങ്ങനെയാണ്. നമ്മളെ ഡിപ്പെൻഡന്റ് ആയി കഴിയുന്ന ആളുകൾ കാണും. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗൾഫുകാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കുറെ അധികം ടെമ്പററി സുഹൃത്തുക്കൾ പെട്ടെന്ന് വരും. അവിടെ താൽക്കാലിക സുഹൃത്തുക്കൾ.
ഇസ്ഹദ് ഫി ദുനിയ വസ്ഹദ് ഫീമാ ഇൻദന്നാസ്. ജനങ്ങളുടെ അടുത്തുള്ളത് അയാളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് അതുകൊണ്ട് കിട്ടിപ്പോരണം എന്ന് വിചാരിച്ചുള്ള അത്തരക്കാരോട് മനസ്സുകൊണ്ട് വെറുപ്പായിരിക്കും. നമ്മൾ ഒരിക്കൽ ചോദിച്ചു കൊടുത്തു, രണ്ടാമത് ചോദിച്ചു കൊടുത്തു, 3 പേരും നമുക്ക് വെറുപ്പായിരുന്നു. നമ്മളെ കുട്ടികൾ അപ്പോടെ ഇല്ല എന്ന് പറഞ്ഞേക്കെന്ന് പറയും. അപ്പോ ഇതൊക്കെ ജനങ്ങളുടെ മാനസികാവസ്ഥ അങ്ങനെയാ. തങ്ങൾ പറഞ്ഞു, ഒരാളുടെ കയ്യിൽ നിന്നും ഒന്നും വേണ്ട എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു നോക്കൂ, ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കും. ഇസ്ഹദ് ഫി ദുനിയ. ജനങ്ങൾ എന്നൊരു പ്രതിഫലം വാങ്ങിക്കാനോ ജനങ്ങളൊരു ഉപകാരം ചെയ്യണമെന്നോ ഒരാളിൽ നിന്ന് എനിക്ക് എന്തിനു കിട്ടണമെന്നോ ഇത് ചിന്തിക്കാതിരിക്കുക. നമ്മൾ അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവിനോട് ഹലാല് കൊണ്ട് ഐശ്വര്യം തരാൻ വേണ്ടി പറയാം. ജനങ്ങളും സ്നേഹിക്കും, അള്ളാഹുവും സ്നേഹിക്കും. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതൊക്കെ വളരെ എളുപ്പമുള്ള വിഷയമാണ്. ജനങ്ങളെ ഉറപ്പിക്കരുതെന്ന് പറഞ്ഞതിനർത്ഥം ഇതിനാകത്തുക അതാണ്. ഒരാൾക്ക് ഒരാൾ ഭാരമാവരുത്, ഒരാളുടെ ഡിപ്പെൻഡന്റ് ആയിട്ട് കഴിയരുത്. അത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ അകന്നുകൊണ്ടിരിക്കും, അള്ളാഹു മനസ്സുകൊണ്ട് അകറ്റുമെന്നാണ്. ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുകല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖലമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു. ഒരാൾക്കൊരു ദേഷ്യം വന്നു, ആ ദേഷ്യം നടപ്പാക്കാൻ അയാൾക്ക് കഴിയും. ആ ദേഷ്യം വന്നു, ദേഷ്യം വന്നാൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ അയാൾക്ക് കഴിയും. ഒരാള് പെട്ടെന്ന് ദേഷ്യം വന്നു, അവനെ ജോലിന് പിരിച്ചുവിടാൻ കഴിഞ്ഞേക്കും, അവന്റെ വിസ ക്യാൻസലാക്കാൻ പറ്റിയേക്കും, അല്ലെങ്കിൽ ഇവനെ പറഞ്ഞുവിടാൻ പറ്റിയേക്കും, എന്തെങ്കിലും കേസിൽ കൊടുക്കാൻ പറ്റിയേക്കും, എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നു ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ആ ദേഷ്യം കടിച്ചിറക്കിയ ഒരാൾ അന്ത്യനാളിൽ അല്ലാഹു എല്ലാ മനുഷ്യരും നിന്നുകൊണ്ടിരിക്കെ അവരുടെ മുമ്പിൽ വെച്ച് ഇയാളെ വിളിച്ചു കൊണ്ടുവരികയും വേണ്ട ഭാര്യമാരെ നീ കൊണ്ടുപോയിക്കോ എന്ന് ഹൂറുൽ ഈനികളിലേക്ക് ചൂണ്ടി അയാളോട് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന മിൻ ഹബ്ബിക്കും ഇലയ്യ, അവിടുന്ന് പഠിപ്പിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവര് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടാ പിന്നെ കഴിഞ്ഞില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ. വഅഖറബകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങളിൽ നിന്ന് എന്റെ അടുത്ത് വന്ന് ഇരിക്കാൻ ഭാഗ്യം കിട്ടുന്നവരും അഹാസിനുകും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സൽ സ്വഭാവമുള്ളവരാണ്, നല്ല സ്വഭാവമുള്ളവർ അവരാണ് നാളെ എന്റെ അടുത്ത് ഉണ്ടാവുക. നല്ല സ്വഭാവമുള്ളവര്. നല്ല സ്വഭാവം എന്ന് പറഞ്ഞ വലിയ എളുപ്പമൊന്നുമില്ല. അവര് കീഴൊതുങ്ങി കൊടുക്കുന്നവരാണ്. ജനങ്ങൾ തോളിച്ചവിട്ടി കയറി പോകുന്നതിനർത്ഥം ഒതുങ്ങി കൊടുക്കുന്നവരാണ്. ചീത്ത പറയും, ഉണ്ടൂല. ഈ പൊതുപ്രവർത്തകന്മാർ ശരിക്കും മനസ്സിലാക്കേണ്ടി വരും. സംഘടനാ ഭാരവാഹിത്വമൊക്കെ ഉള്ള ആളുകളൊക്കെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഉപകാരം ചെയ്യുന്നവർക്കല്ലേ ഉപദ്രവം ഉണ്ടാവുള്ളൂ. ഒരു ഉപകാരം ചെയ്യാത്തതിനെ പറ്റി വല്ലതും പറയും ആളുകൾ, ഒന്നും പറയില്ല. ഉപദ്രവം ഒക്കെ ഉണ്ടാവല് ഉപകാരം ചെയ്യുന്നവർക്ക്. ഒരു പൊതുപ്രവർത്തനം ഒന്നുമില്ല, റൂമിൽ കടന്നുറങ്ങി ടി വി കണ്ട് കിടക്കണതിനെ പറ്റി ഒരു പരാതിയില്ല, എന്നാൽ പുറത്തിറങ്ങി പ്രവർത്തിക്കുകയും നാലാളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അസൂയക്കാരുണ്ടാവും, വാശിക്കാരുണ്ടാവും, ദേഷ്യക്കാരുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. മുഅത്തഊന അക്നാഫൻ, അതിനൊന്നും ചെവി കൊടുക്കണ്ട, ഒന്ന് ഒതുങ്ങി കൊടുക്കുക. അല്ലദീന യഅലഫൂന വയുഅലഫൂൻ, അവര് ജനങ്ങളോട് ഇണങ്ങുന്നവരാണ്, ജനങ്ങൾ അവരോടും ഇണങ്ങുന്നവരാണ്. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ, മിണ്ടിപ്പോണ്ട്, അയാൾ വർത്താനം പറയാനേ പോണ്ടോ, മിണ്ടാതിരുന്നോട്ടെ, വർത്താനം പറഞ്ഞു തുടങ്ങിയ പ്രശ്നമാണ്. ഇങ്ങനത്തെ ആളുകൾ അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തവരാണെന്നാണ്. ഒരാളോട് ചെന്ന് വർത്തമാനം പറയാൻ തോന്നുന്നത്, ഒരാളോട് പരിചയപ്പെടാൻ തോന്നുന്നത് അതൊരു നല്ല ലക്ഷണമാണ്. അല്ലദീന യഅലഫൂന വയുഅലഫൂൻ, അവരങ്ങോട്ട് ഇണങ്ങി പെരുമാറുന്നവരാണ്, അവർ ഇങ്ങോട്ടും അങ്ങനെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്ന മിൻ അബ്ഗദികും ഇലയ്യ, എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളവർ, അല്ലാഹു നമ്മെ കൂട്ടത്തിൽ പെടുത്താതിരിക്കുമാറാകട്ടെ. വഅബ്അദകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ എന്നിൽ നിന്ന് ദൂരെ കഴിയുന്നവരും അസ്വഉകും അഖ്ലാഖ, നിങ്ങൾ മോശപ്പെട്ട സ്വഭാവമുള്ളവർ. ആരാണ് മോശപ്പെട്ട സ്വഭാവമുള്ളവരെന്നറിയുമോ? അസ്സർസാറൂൻ, സർസാറൂന വൽ മുതഫൈഹിഖൂന വൽ മുതശദ്ദിഖൂന. സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഖദ് അലിംന സർസാറൂന വൽ മുതശദ്ദിഖൂൻ, സർസാരികളും മുതശദ്ദിഖീങ്ങളും ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഫമൽ മുതഫൈഹിഖൂൻ, ആരാണ് മുതഫൈഹിഖീങ്ങൾ? ഖാല അൽ മുതകബ്ബിറൂന. നമുക്കത് എല്ലാം മനസ്സിലാക്കണം. സർസാറൂൻ എന്ന് പറഞ്ഞാൽ ഹുവൽ കസീറുൽ കലാമി തകല്ലുഫൻ, ഒരുപാട് വർത്തമാനം പറയുന്ന ആൾക്കാർ, വെറുതെ വർത്തമാനം പറയാ, ഒരുപാട് വർത്തമാനം പറയാ.
മുഖല്ലിഫൻ, അതായത് ഒന്നും പറയാനില്ല, വെറുതെ കഥ മനസ്സുണ്ടാക്കുക. നമ്മൾ പറയില്ലേ ബോറടിപ്പിക്കുന്ന ആൾക്കാരെന്നൊക്കെ, അത് അള്ളാഹിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്തതാണ്. പറഞ്ഞു ബോറടിപ്പിക്കാൻ അവനെ പറയേണ്ട ആവശ്യമില്ല. അവന്റെ കഥയൊക്കെ ജീവിതകാലമുള്ള മുഴുവൻ ചരിത്രം 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞിട്ട് ആരും ചോദിച്ചിട്ടില്ല പറയാൻ, ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. അവൻ അങ്ങനെ എന്തിനായി പറയേണ്ട കാര്യം? സർസാറൂൻ, നിർത്താത്തവർ. റേഡിയോ എന്നൊക്കെ പറയില്ലേ, അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കൂല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർസാറൂൻ വൽ മുതഫൈഹിഖൂന, മുതഫൈഹിഖീങ്ങൾ ആരാണെന്ന് സ്വഹാബത്ത് ചോദിച്ചു. തങ്ങളുടെ മറുപടി അൽ മുതകബ്ബിറൂന, അൽ മുതകബ്ബിറൂന, അഹങ്കാരം നടിക്കുന്നവര്, അഹങ്കരിക്കുന്നവര്, വിധങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ. വൽ മുതഫൈഹിഖൂന വൽ മുതശദ്ദിഖൂൻ, മുതശദ്ദിഖീങ്ങളും അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ല. ആരാ മുതശദ്ദിഖീങ്ങൾ എന്നറിയോ? അൽ മുതകല്ലിമു ബിമിൽഇ ശദ്ഖിഹി തഫാസുഹൻ വതഅദീമൻ ലികലാമിഹി. ആരാന്നറിയോ? മുതകല്ലിമു ബിമിൽഇ ശദ്ഖിഹി, വായ മുഴുവൻ നിറച്ചുകൊണ്ട് വർത്തമാനം പറയുന്നവൻ. വായ നിറച്ചിട്ട് ഗാംഭീര, തഫാസുഹൻ, ഭയങ്കര അക്ഷരസ്ഫുടതയാണെന്നറിയാൻ വേണ്ടി വായ നിറച്ചിട്ട് പറയുന്നു. കലാമിഹി, ഞാൻ പറയുന്ന വാക്ക് വല്ലാത്ത കനുള്ള വാക്കാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശബ്ദമുയർത്തിയിട്ട് ശബ്ദം കനപ്പിച്ച് പറയാം. അത് അള്ളാഹുവിന് ഇഷ്ടമല്ല, റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങളോട് പറയാനുള്ളതല്ല, അത് ചിലപ്പോൾ വേദ പറയുന്ന ആൾക്കാരെ പറ്റി പറയാനുള്ളതാണ്, അല്ലെങ്കിൽ ആലിമീങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ പൊതുജനങ്ങളോട് സംസാരിക്കുന്നവരെ പറ്റിയോ പറയാനുള്ള വിഷയമാണത്. വായ നിറച്ചിട്ട് വളരെ സൗമ്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വിഷയം എന്ത് ചെയ്യുക? ഭയങ്കര ഗാംഭീര്യത്തിൽ പറയാ. തൊണ്ടീന്നൊക്കെ എടുത്തിട്ട് യാ അല്ലാഹ്, എന്തിനതിന്റെ ആവശ്യം? കനപ്പിച്ചു പറയാൻ പാടില്ല. മുതശദ്ദിഖൂൻ, നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. ഒന്നുമല്ല, അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ അഹങ്കാരം വരും. അതാ വിഷയം. ചെറിയൊരു അഹങ്കാരം വരൂലേ? നമ്മൾക്ക് മനുഷ്യന്മാരല്ലേ, ചെറിയൊരു അഹങ്കാരം. അപ്പൊ ഭയങ്കര അക്ഷരസ്ഫുടത എനിക്കുണ്ട് എന്നറിയാനോ, എന്റെ ശബ്ദത്തിന് കുറച്ച് കനുണ്ട് എന്നറിയാനോ എന്ന് തോന്നിപ്പിച്ച് പറയുന്നത് അത് നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. എന്നിൽ നിന്ന് ദൂരെ കഴിയേണ്ടി വരും. എനിക്കവരോട് ഇഷ്ടമല്ല. മിൻ അബ്ഗളികും ഇലയ്യ, എനിക്കവരോട് ദേഷ്യമാണെന്നും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ ഈ ഹദീസ് അറിയാത്തവരുണ്ടാവും, ഈ ഹദീസ് കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നവർ കാണും. അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറയോ ആരെ പറ്റി ആലോചിക്കുകയോ ഒന്നും ചെയ്യണ്ട. നമ്മുടെ വാക്കിലോ നമ്മുടെ പ്രവൃത്തിയിലോ ഇങ്ങനെ വരാൻ പാടില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. നബിതങ്ങളുടെ ശഫാഅത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ അക്സറുഹും അലയ്യ സ്വലാത്ത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണ്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ വിചാരണ നൽകപ്പെടുന്ന ഒരു നാളെ വരാനിരിക്കുകയാണ്. അവിടെ വിചാരണ ഇല്ലാതെ പോകുന്ന ആളുകൾ ഈ 70,000 ഉള്ളിൽ ഓരോ 1000-ലും ഒരു 70,000 വേറെയും, പിന്നെ സലാസു ഹസയാത്തിൻ മിൻ ഹസയാത്തി റബ്ബി, എന്റെ റബ്ബ് കോരിയെടുക്കുന്ന 3 കോരി ആളുകളും അവരും കൂടെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് ആളുകൾ അള്ളാഹുവിന്റെ ആ ഒരു ഹസിയത്തിൽ പെട്ടിരിക്കണം. അള്ളാഹു അതിലൊക്കെ നമ്മൾ പെടുത്തി തരുമാറാകട്ടെ. അതിൽ അസ്ഹാബുൽ ഫദ്ലി, ഫദ്ൽ എന്ന് പറഞ്ഞാൽ വിവരക്കേട് വല്ലതും മനുഷ്യന്മാര് പറഞ്ഞാൽ അതിന് മറുപടി പറയാതിരിക്കുന്നവർ. പിന്നെ അസ്ഹാബുസ് സ്വബരി, ക്ഷമിക്കുന്ന ആളുകൾ, തെറ്റിലേക്ക് പോകാതെ ശരീരത്തെ ക്ഷമിക്കുന്നവര്, അതുപോലെ തന്നെ നന്മ ചെയ്യാൻ വേണ്ടി ക്ഷമിക്കുന്നവര്. ഇത് രണ്ടും അക്കൂട്ടത്തിൽ പെടും. പിന്നെ പറഞ്ഞതാരാണ്? അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർ. അങ്ങനെയാണ്. അതുപോലെ നമ്മൾ ആണും പെണ്ണും അങ്ങനെ സ്നേഹിക്കേണ്ട, അള്ളാഹുവിന് വേണ്ടിയിട്ടേ അത് ചെയ്യാൻ പാടില്ല. ഈ ഹദീസൊക്കെ പറയണ്ട, അള്ളാഹ് അതന്നെയാ കേൾക്കേണ്ടതെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ നാളെ തന്നെ ട്വീറ്റ് ചെയ്യും. കണ്ടില്ലേ ഹദീസ്? അതുകൊണ്ട് വേണ്ട, എനിക്ക് അള്ളാഹിനെ ചോദിച്ചാൽ എന്നോട് സ്നേഹം, ആ സ്നേഹം അള്ളാഹ്ക്ക് വെറുപ്പാണ്, ചെയ്യാൻ പാടില്ല. മുഅ്മിനീങ്ങൾ പരസ്പരം, മുഅ്മിനാത്തുകൾ പരസ്പരം അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക. അങ്ങനെയാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. എടി അറിഞ്ഞോ, അങ്ങനെ ദിക്റുണ്ട്, ഈ ചൊല്ലിക്കോ, ഇങ്ങനെ ദുആ ഉണ്ട്, അറിഞ്ഞോ, അല്ലെ ഇന്ന ഒരു ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു പുസ്തകമുണ്ട്, ഇന്നൊരു ഇൽമുണ്ട്, ഇത് പറഞ്ഞു കൊടുക്കുന്നവർ, അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നവർ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർ. അങ്ങനെ അവർ ഒരുമിച്ചിരിക്കുന്നത്, അവർ വർത്തമാനം പറയുന്നത്, അവർ സന്ദർശിക്കുന്നത് എല്ലാം അള്ളാഹുവിന് വേണ്ടി. അത്തരക്കാരും നാളെ വിചാരണയില്ലാതെ കഴിഞ്ഞു പോകുന്നു. യാ അള്ളാഹ്, എന്തൊരു ഭാഗ്യാണതൊക്കെ. അപ്പോ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതല്ല നബി തങ്ങൾ കൊണ്ടുവന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ പരിശ്രമിച്ചേക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നവർ, ഒരുമിച്ച് കൂടുന്ന ആളുകൾ, നമ്മൾ പരസ്പരമുള്ള ബന്ധം എന്ത് ചെയ്യണം? ഊട്ടി ഉറപ്പിക്കണം. പരസ്പരം പരിചയപ്പെടണം ഓരോരുത്തരും. ആ പരിചയപ്പെടല് അള്ളാഹുവിന് വേണ്ടിയാവണം, വേറെ മുതലാക്കാനാവരുത്. എന്നാ പിന്നെ അവരോട് കടഞ്ഞു വെക്കാലോ, അത് പറ്റൂല.
അതൊന്നും അള്ളാഹ്ക്കുള്ള സ്നേഹമല്ല. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അത് മനസ്സ് അള്ളാഹുവിന് വേണ്ടി മാത്രം കൊടുക്കുക. വേറൊന്നും ഒരു ദുന്യാവിയായ ഒരു ലക്ഷ്യം അല്ലെ. അള്ളാഹു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുകല്ലാഹ്, ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുകല്ലാഹ്. ദുനിയാവ് വേണ്ട, അല്ലെങ്കിൽ എനിക്കത് ആവശ്യമില്ല, ഞാൻ അള്ളാഹുലേക്ക് എന്റെ വിഷയം ഉയർത്തുകയാണ്. ഇസ്ഹദ് ഫി ദുനിയ, ദുനിയാവ് പരിത്യാഗിയായി ജീവിച്ചാൽ യുഹിബ്ബുകല്ലാഹ്, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളത് എനിക്ക് വേണ്ട എന്ന് വിചാരിച്ചാൽ യുഹിബ്ബുകന്നാസ്, ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കും. അങ്ങനെയാണ് നമ്മളെ ഡിപ്പെൻഡന്റ് ആയി കഴിയുന്ന ആളുകൾ കാണും. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗൾഫുകാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കുറെ അധികം ടെമ്പററി സുഹൃത്തുക്കൾ പെട്ടെന്ന് വരും, അവിടെ താൽക്കാലിക സുഹൃത്തുക്കൾ. ഇസ്ഹദ് ഫി ദുനിയ വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ അടുത്തുള്ളത് അയാളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് അതുകൊണ്ട് കിട്ടിപ്പോരണം എന്ന് വിചാരിച്ചുള്ള അത്തരക്കാരോട് മനസ്സുകൊണ്ട് വെറുപ്പായിരിക്കും. നമ്മൾ ഒരിക്കൽ ചോദിച്ചു കൊടുത്തു, രണ്ടാമത് ചോദിച്ചു കൊടുത്തു, 3 വരെ നമുക്ക് വെറുപ്പായിരുന്നു. നമ്മളെ കുട്ടികൾ അപ്പോടെ എല്ലാം എന്ന് പറഞ്ഞേക്കെന്ന് പറയും. അപ്പോ ഇതൊക്കെ ജനങ്ങളുടെ മാനസികാവസ്ഥ അങ്ങനെയാ. തങ്ങൾ പറഞ്ഞു, ഒരാളുടെ കയ്യിൽ നിന്നും ഒന്നും വേണ്ട എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു നോക്കൂ, ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കും. ഇസ്ഹദ് ഫി ദുനിയ, ജനങ്ങൾ എന്നൊരു പ്രതിഫലം വാങ്ങിക്കാനോ ജനങ്ങളൊരു ഉപകാരം ചെയ്യണമെന്നോ ഒരാളിൽ നിന്ന് എനിക്ക് എന്തിനു കിട്ടണമെന്നോ ഇത് ചിന്തിക്കാതിരിക്കുക. നമ്മൾ അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവിനോട് ഹലാല് കൊണ്ട് ഐശ്വര്യം തരാൻ വേണ്ടി പറയാം. ജനങ്ങളും സ്നേഹിക്കും, അള്ളാഹുവും സ്നേഹിക്കും. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതൊക്കെ വളരെ എളുപ്പമുള്ള വിഷയമാണ്. ജനങ്ങളെ ഉറപ്പിക്കരുതെന്ന് പറഞ്ഞതിനർത്ഥം ഇതിനാകത്തുക അതാണ്. ഒരാൾക്ക് ഒരാൾ ഭാരമാവരുത്, ഒരാളുടെ ഡിപ്പെൻഡന്റ് ആയിട്ട് കഴിയരുത്. അത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ അകന്നുകൊണ്ടിരിക്കും, അള്ളാഹു മനസ്സുകൊണ്ട് അകറ്റുമെന്നാണ്. ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുകല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.